Science. അലൈൻമെന്റ് മൊത്തം പോയിരിക്കും. അതാണ് ഈ ഗ്ലാസ് എടുത്ത് കിണി 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 നനങ്ങുന്നത്. നീ അതവിടെ വെച്ചിട്ട് നിന്റെ തലയുടെ ഈ പറഞ്ഞ സാധനം ഉണ്ടോ നോക്ക്. നടക്കുമ്പോ കിണിങ്ങിനീന്ന് ഒരു ഒച്ചയുണ്ട്. നല്ല കോമഡി. അത് റെക്കോർഡ് ചെയ്ത് തരണേ. എടാ ചെറുക്കാൻ നശിപ്പിക്കല്ലേ. എന്റെ പൊന്നെ പെണ്ണുമ്പിള്ള താണ്ട് ഇത് പൊട്ടിയിരിക്കുകയാണ്. അതാണ് ആ കിടന്ന സൗണ്ട്. ഇനി ആ കേൾക്കത്തില്ല. ഇനി അത് പൊട്ടിയിരിക്കണം, ഒടിച്ചോളണം. ആ പിന്നെ ഞങ്ങളെ മെക്കാനിക്കന്മാർ ഒരു സാധനം നശിപ്പിക്കത്തില്ല. എന്തായിരുന്നു കുത്തി കുറിക്കുന്നത്? അപ്പൊ ഇനി നാട്ടുകാരുടെ പൈസ പിരിച്ച കള്ളക്കണക്ക് എഴുതാൻ ഒരാളും കൂടി ഈ കുടുംബത്തിൽ നിന്ന്. കൊള്ളാം, നല്ല സംഭാവന. ഇത് ADDT അല്ല കേട്ടോ, രാഷ്ട്രീയം തന്നെ. പഞ്ചായത്ത് യോഗം കസേര 1800. ഇത് സാമ്പാറ്. സാമ്പാറോ? വടയുടെ ടാർപ്പ. ചായ കിടുവല്ല കടി. ദൈവമേ, ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ ഇവിടെ എഴുതുന്നതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ മനസ്സിലായോ? എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. കറക്റ്റ് കണക്ക് എഴുതണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് കറക്റ്റായിട്ട് ഓരോരുത്തരിലേക്ക് എത്തിക്കണം. അവിടെയാണ് ബുദ്ധിമുട്ട്. നീ കൂട്ടി എഴുത്. 1 1 1 1 1 3 4 3 12 12 2 14 16. റൊണാൾഡോ ഇവിടെ ഉണ്ടോ? ഞാൻ അവിടെ ഇല്ല. അവിടെ പറഞ്ഞ റൊണാൾഡോമിന് ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോ കൊണ്ടുവരാം. പിന്നെ വല്ലാടാ അല്ല, പാപ്പപ്പൊടിയാണോ? തീറ്റയുടെ ജ്വരം മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ എനിക്കൊന്നും കൊടുത്തരാണ്, പൈസ കൊടുത്തരാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിന്നോട് നീ എൻ്റെ 1000 രൂപ മേടിച്ച് തന്നായിരുന്നു. ഏത് 1000 രൂപ? ഇവിടെ വെച്ച് അവർ പൈസ കൊണ്ട് സൂസിയാൻ്റെ പൈസ കൊണ്ട് തന്നപ്പോൾ തന്നെ മേടിച്ച്. എനിക്കറിയാം, ഓർമ്മയില്ല. ഇനി മുതൽ ഫുള്ള് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് തിരിച്ചു തരുന്നത് ഞാൻ വീഡിയോ എടുക്കും. ഓർമ്മയുണ്ടോ? സുസാൻറ്റി സുരിച്ചേച്ചിയുടെ വന്ന് ഉണ്ട്. 2 500 നോട്ടം കൊണ്ട് വന്ന് അന്നേരം തന്ന്. എന്താ സംഭവം? ഇത് നമ്മുടെ സ്കൂളില് ഒരു പുതിയ ബിൽഡിംഗ് വെച്ച് അപ്പൊ സ്കൂളിൽ നിന്ന് തന്നിട്ടൊരു കൂപ്പണാ. അതിന് ഒരെണ്ണം എടുത്തോ? എത്ര രൂപ? ഒരെണ്ണത്തിന് 10 രൂപ. 10 2 3 എടുക്കും. എടുക്കടാ. അത് പിന്നെ വർഷോപ്പിൽ പോയിട്ട് വരുമ്പോഴേ എടുക്കാം. അപ്പൊ പൈസ ഇല്ല. അപ്പൊ ഇതൊന്നും കിട്ടൂലേ? ഇപ്പൊ റൊണാൾഡോ എടുക്കാൻ എന്റെ പൈസ ഇല്ല. അതുകൊണ്ടില്ലേ പറഞ്ഞേ? പൈസ ഇല്ലേ? ഇല്ല. 10 രൂപ എടുക്കാൻ നിന്റെ ഇല്ലേ? 10 പൈസ എടുക്കാനില്ല. എടുക്കണേ, എടുത്തിട്ട് ബാക്കി അതിനകത്ത് ഇട്ടേക്കണേ. ഇല്ല. 10 രൂപ എടുക്കാൻ നിന്റെ ഇല്ലെങ്കിൽ ഇല്ല. ഒരു കാഞ്ചി തങ്ങഞ്ഞ എടുത്തു വിടും. ഞാൻ അമ്മതാ. അയ്യേ, അമ്മ തന്നെ എന്തിനാ? അമ്മ തന്നായിരുന്നു. 5 കൂപ്പൺ ഞാൻ എടുത്തായിരുന്നു. 50 രൂപ അങ്ങ് തന്നിട്ട്. എനിക്ക് തരാനുള്ളതല്ലോ. എന്ത് തരാനുള്ളത്? റൊണാൾഡോമിനൊരു കടം കൊടു. ഒരു 10 രൂപ കടന്ന. അയ്യോ, എന്നിട്ട് അപ്പൊ എന്റെ 10 രൂപ ആര് തരും? അത് എനിക്കില്ല. റൊണാൾഡോമൻ കൊടുക്കൂ. ഞാൻ തരാം. വർഷം പോയിട്ട് വരുമ്പോ തരാം. മേടിച്ചു തരാതെ ഇപ്പൊ തന്നെ തരാം. നീ ഇങ്ങനെ ചെറുതിലേ ഇങ്ങനെ കടം മേടിച്ച് കാര്യം നടത്തിക്കോ കേട്ടോ. നമ്മുടെ ഡാഡീനെ പോലെ അങ്ങ് ആയിക്കോളും. ഡാഡീനെ പോലെ? ഡാഡി കടം മേടിച്ചാ കൊടുക്കൂലേ? ഡാഡി കടം മേടിച്ച് കൊടുക്കോ? എന്താ പറഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ തരാനുണ്ട്. നാട്ടുകാരെ ഇതൊക്കെ മേടിച്ച അങ്ങനൊന്നുമല്ല. എല്ലാത്തിനും അങ്ങ് കുടങ്ങളെ കയറി മാന്തല്ലേ? ശരിയല്ലേ? രാവിലെ ഡാഡിയെ പറ്റിയാണെന്ന് തോന്നുന്നു പറയണേ. ഇവിടുന്ന് തന്നെ തുമ്മലിങ്ങനെ അവിടെ നിന്നേ മൂക്കരിഞ്ഞിട്ട് വരികയാണ്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രാവുമ്പാണല്ലോ. അതെ അതെ. എന്താ രാവിലെ? നമ്മളെ സ്കൂളിന് ഒരു കൂപ്പൺ തന്നിട്ടിട്ടുണ്ട്. എന്തിന്? നമ്മളെ സ്കൂളില് ഒരു പുതിയ ബിൽഡിംഗ് വെച്ച് അപ്പം ഒരു കൂപ്പൺ എടുക്കൂ. ശരി. അപ്പൊ സ്കൂളുകാർ പിള്ളേരെ വിട്ട് പിരിക്കാൻ തുടങ്ങിയില്ലേ? സമ്മാനം എന്തൊക്കെയാണ്? സമ്മാനം കൂപ്പൺ നല്ല വലിപ്പമുണ്ടല്ലേ? കണ്ട എടുക്കാൻ തോന്നുന്നു. അത് കുഴപ്പമില്ല. 10 രൂപയുള്ളൂ. 10 രൂപയെ? ഇതിൽ കൊള്ളാലോ. TV 1ാം സമ്മാനം, 2ാം സമ്മാനം മിക്സി, 3ാമത്തേത് തേപ്പ് പെട്ടി. തേപ്പാവോ അവസാനം? പിള്ളേരെ കൊടുത്തു വിട്ടേ. ഒരു കാര്യം ചെയ്യാം മക്കളെ. ഡാഡി ഇതിൽ നിന്ന് ഒരു 10 എണ്ണം എടുക്കാം. പൊളിച്ച 10 എണ്ണം ഡാഡിക്കുതാ കേട്ടാ. ഇപ്പൊ ഡാഡി എടുക്കണം. മക്കളത് മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു 10 എണ്ണം അങ്ങ് എടുത്ത് ഡാഡിയുടെ മേശക്കകത്ത് വെച്ചോ. ആ ഡയറിക്കകത്ത് വെച്ചാലാ. എന്നാ പിടി. ഓക്കെ. ഉണ്ടെങ്കിൽ ഒരു 10 രൂപ എനിക്കൂടെ കൊടു. 10 രൂപ? 10 20 കൊടു. നീ കൂപ്പൺ എടുത്തില്ലേ? പൈസ ഇല്ല. എന്നാണോ? ഇല്ലടാ.
കൊച്ചിൻ്റെ ഒരു ഇത് പറയുമ്പോൾ 10 രൂപ അല്ലെങ്കിൽ 20 രൂപ ഇല്ല, ഒരു ഒന്നുമില്ല. 50 രൂപ 5 കൂപ്പൺ എടുക്കാത്തതിന് ഉണ്ടായിരുന്നപ്പോ മൊത്തം എടുത്തേനെ, മൊത്തം കീറി അയ്യോ പിന്നെ ഓ അല്ല പണിക്ക് പോകണം. അപ്പം എൻ്റെ ഒന്നുമില്ല തരാം, നീ ആണ് പൈസ ഉണ്ടെങ്കിൽ അല്ല, ഒരു എടുത്താൽ കാര്യം ചെയ്യ്. ഇതിനകത്ത് 10 ഇല്ലേ? 9 ഡാഡിക്കും ഒരെണ്ണം അല്ല വേണ്ട 5 ഡാഡി 5 അതങ്ങ് പള്ളിക്കെന്ന് പറഞ്ഞാൽ മതി. മക്കളെ 10 കൂപ്പണും ഡാഡി ഡയറിക്കകത്ത് വെച്ചോണം ഞാൻ വെച്ചോളാം. കേട്ടോ. എന്നിട്ട് മേശ പൂട്ടി താക്കോലും കൂടെ മാറ്റി വെച്ചോ. അത് വെച്ചോ ഇട്ട് വരുത്. 5 വേണ്ട, അങ്ങോട്ട് കൊടുത്തെടുത്താൽ മതി. ആ പിന്നെ മറ്റേ അൻസാറിൻ്റെ അനിയൻ നാസറിൻ്റെ വീട് പാലിയച്ചിന് പോകണം എങ്ങനെയാണ്? ഞാൻ വരുന്നില്ല, ഏ ഞാൻ വന്നില്ല. നീ ഒരു മേലെ കളിക്കല്ലേ? അൻസാർ ആ രീതിയിലാണ് നമ്മളെടുത്ത് ഇടപെടുന്നത്. ഞാനെങ്ങനെയാ പെണ്ണുപിള്ളയുടെ മുഖത്ത് നോക്കണേ? ഏത് പെണ്ണുപിള്ള? അൻസാറിന്റെ ഭാര്യയെ. അൻസാറിൻ്റെ ഭാര്യ നിന്നെ എന്ത് ചെയ്തേന്? ഞാൻ അവരെ നിങ്ങളുടെ പാർട്ടീനൊക്കെ തോപ്പിച്ചില്ലേ? ഓ ഉമ്മ എല്ലാം മറന്ന് വേറെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഉടനെ വീണ്ടും പഴയ കഥയിലേക്ക് കൊണ്ടുപോവാണ്. അതങ്ങ് കഴിഞ്ഞല്ലോ. കഴിഞ്ഞില്ലല്ലോ. ഇതിപ്പം നാസറിൻ്റെ വീട് പാലിയച്ചനാണോ അൻസാറിൻ്റെ വീട് പാലിയച്ചല്ല? അൻസാറല്ലേ നമ്മളെ വിളിച്ചത്? അൻസാറിനെ വിളിച്ചെങ്കിൽ അൻസാറിൻ്റെ അനിയനാണ്, അത് നീ നോക്കണ്ട. ഇനിയിപ്പോൾ വേണമെങ്കിൽ ആ സമയത്ത് അൻസാറിൻ്റെ ഭാര്യ ഇവിടെ നിന്ന് മാറ്റി നിർത്താം, നീ ചെല്ലും. പിന്നല്ലാതെ മുഖത്ത് നോക്കാൻ പാടാതെ ബിരിയാണിക്കകത്ത് നോക്കിയാൽ മതി. അതെ, ഞാനൊരു കാര്യം പറയാം, ഞാനങ്ങ് വരും. നിങ്ങൾ ഇവിടുന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വരണം. ലില്ലിയും കൂടെ വിളിച്ചോ. അല്ല ലില്ലിപ്പണ്ട് കരാമച്ച് വന്നിട്ട് അവർ വരാമെന്ന് പറഞ്ഞു. പിന്നെ അവരങ്ങനെ വന്നോട്ടെ. ഞങ്ങൾ റിക്ഷ എടുത്ത പോലെ ഇവിടെ നിന്ന് ഒരുങ്ങി താമസിക്കില്ല, ചാഞ്ഞും ചരിഞ്ഞും കേട്ടല്ലേ സമയത്ത്. കേട്ടാ മക്കളെ റെഡിയായി പറഞ്ഞേ കേട്ടാ. നീക്ക് ഒരു കാര്യം ചെയ്യ്. താഴെ തമ്മിമാമന്റെ അവിടെ സുൽച്ചേച്ചിയുടെ അവിടെ ഒക്കെ പോകും. പിന്നെ മേളിൽ പോകും. എല്ലാം ഇവിടെ തന്നെ ഇരിക്കാതെ മാമന്റെ കയ്യിലൊക്കെ കൊണ്ട് കൊടുക്കും. ഞാൻ അവിടെ വരെ പോയിട്ട് വരാം. 2-3 എടുക്കാം കേട്ടോ. എന്നാ ഇന്നെടുക്കും. അതെടുക്കും. കൂപ്പം വേണം. 50 രൂപ തരാടാ ഞാൻ. എന്നല്ലെങ്കിൽ എന്റെ റൊണാൾഡോ മോനല്ലേ. എന്തോ കാര്യം സാധിക്കാണ്ടല്ലോ. ഒരു കാര്യം സാധിക്കാനല്ല, അതൊക്കെ പണ്ടായിരുന്നു. എനിക്കിപ്പോ നിന്നോട് സ്നേഹമാണ്. അല്ല അതിനൊരു കാരണം ഉണ്ടല്ലോ. പോസ്റ്റർ അല്ല, ഇത് പാടുള്ളതൊന്നുമല്ല. പിന്നെ ആര് കരിയാപ്പില എടുത്തിട്ട് വരുമോ? കരിയാപ്പില കരിയാപ്പല്ലേ? എന്നാലും അതിന്റെ മുട്ടിൽ നിന്ന് 2 പാമ്പിനെ ഞാൻ തമ്പിയാണ്ട് ഓടിച്ചിട്ട് കൊന്ന്. എന്തിനാടാ? നീ വയ്യ അവിടത്തോളം നടക്കാൻ. നീ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ആ കോഴി അവിടെ നിന്ന്. അത് ഞാൻ തന്നെ പോണോന്നുണ്ടോ? എനിക്ക് ഒന്നാമത്തെ ഈ കരിവേപ്പില, ഈ മുരിങ്ങയില, വാഴപ്പണി ഇതൊക്കെ സ്ത്രീജനങ്ങളുടെ മാത്രം അല്ല, ഡിപ്പാർട്ട്മെന്റ്. എനിക്ക് കയ്യെത്തൂലടാ, അതിന്റെ പൊക്കത്തായി നിക്കുന്നത്. അതുകൊണ്ടല്ലേ. നിനക്കാവുമ്പോ നല്ല തണ്ടും തടയും ആരോഗ്യം ഉണ്ടല്ലോ റൊണാൾഡോ. അതങ്ങ് ഇഷ്ടപ്പെട്ടു, ഒരുപാടങ്ങ് ബോധിച്ചേ. കരിവേപ്പ് പോയിട്ട് വരുമ്പോഴേ അന്ന് കപ്പങ്ങന്നൊരു കപ്പങ്ങയും കൂടി കുത്തിക്കോ. ഒരു കാര്യം ചെയ്യാം, അടക്കയും മാങ്ങയും ചീമച്ചക്കയും കുറെ തേങ്ങ ഇടാം. എന്ത് പറയുന്നു? തെങ്ങ് പറയാൻ നിന്നെ കൊണ്ട് പറ്റുമോ? 10 20 20 10 30 പിന്നെ 100. അപ്പം 100. മാമനാരാ? മോനെ താഴത്തെ ഒരു വീട്ടിലൊരാളെ കാണാൻ വന്നതാ. കാണാമോ? ഒരു മിനിറ്റ് അവിടെ ഒന്ന് നിൽക്കോ. മാമ, നമ്മളെ സ്കൂളിലെ ഒരു പുതിയ ബിൽഡിംഗ് വെച്ച്, അപ്പൊ അതിന്റെ സമ്മാനം കൂപ്പണ എടുക്കൂ. പുതിയ ബിൽഡിങ്ങിന് വേണ്ടിട്ടോ? തിരുമല സ്കൂൾ. എത്രയല്ല? ഞാൻ 2-ല്. ഒരു കൂപ്പൺ എത്രയാ? ഒരു കൂപ്പൺ 10 രൂപ. ആണോ? എന്നാ മാമ 5 കൂപ്പൺ എടുക്കാം. 5 കൂപ്പണാ വേണ്ടേ? ഞാൻ എടുത്തു. 5 കൂപ്പൺ മാമ എടുക്കാം. എന്നാ മാമൻ 5 എണ്ണം കീറി എടുത്തോ. ആണോ? അല്ലെ മോൻ കയറിത്ത 5 എണ്ണം നോക്കട്ടെ. മോൻ 5 എണ്ണം അറിയാവുന്നു. എത്രയായി? 1. ഇനി എടുക്കാം. ഞാൻ കയറി എടുക്കാം. ദേ 5 കൂപ്പൺ. 5 കൂപ്പൺ എത്രയോ? 5 കൂടെ 50. 50. ഹാപ്പി? വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ട്, എൻ്റെ ഡാഡി ഉണ്ട്, പിന്നെ മാമിയുണ്ട്, പിന്നെ മാമനുണ്ട്, പിന്നെ അമ്മൂമ്മ ഉണ്ട്. ആണോ? ശരി മോനെ. എവിടെ നിന്റെ അമ്മ? അമ്മ റൂമിനകത്ത്. അങ്ങനെ എടുത്തേ
ഓ ഓ വാ ഇങ്ങോട്ടാ. വരുവാ വരുവാ. നീ ആ വാതിലൊക്കെ ഒന്ന് അടച്ചേടാ. അതിലൊക്കെ അടച്ച്. അടുക്കളയുടെ ജനലടച്ചോ? ഓ ഗ്യാസിന്റെ താഴെ പൂട്ടിയോ? ഇതെന്തോ ഒരുമാതിരി വീട്ടുവേലക്കാരോട് എടാ പറയാ. ഒന്ന് നോക്കടാ. അടുക്കളയുടെ ജനലും കൂടി അടച്ചേക്കേ. ഓക്കെ ബാ. ഒന്നാമത് പാർട്ടിക്കാർ വരുന്നേ. അതിനകത്തിരിക്കുന്നത് ഉണ്ട് ഉറുമ്പൂടി പോലിരിക്കുന്നത്. പിന്നെ പഴയ തങ്കം ക്ലീറ്റസ് അല്ല, മെമ്പറാണ്. അപ്പം നടപ്പിലും ലുക്കിലും പോലൊക്കെ ആ ഒരു ആഠ്യത്യം ഉണ്ടാണ്. അല്ല വലിയ നിങ്ങൾ അങ്ങനെ ചെല്ലരുത് കേട്ടോ. ഓ സംസാരിക്കലും ചിലപ്പം ഇതുമായിട്ട് എന്തോ ആശംസയോടെ 2 വാക്കൊക്കെ പറയേണ്ടി വരും. പിന്നെ ആ എന്റെ മുഖത്ത് അധികം ഓർഡർ ഉണ്ടോ? ഇല്ല. ബിരിയാണി തീരുമെന്നോ എൻ്റെ സംശയം. ബാ ഇങ്ങോട്ട്. ബിരിയാണി ഒന്നും തീരൂല. ഇറങ്ങ് തക്കല എടുത്തിട്ടുണ്ട്. അടക്ക് ലില്ലിയേ. ദേ ഞങ്ങൾ ഇറങ്ങുവാ. എടീ ഇറങ്ങി പോട്ടെ. നിങ്ങൾ വന്നോളൂല്ലേ? ആ ഏട്ടൻ വന്നിട്ട് അങ്ങോട്ട് വരാം. എന്നാ പിന്നെ അവനങ്ങോട്ട് വന്നോളൂല്ലേ? നിനക്ക് വരാനില്ലേ ഞങ്ങളുടെ കൂടെ? രാവിലെ പോയല്ലേ ചേച്ചി, ഡ്രസ് ഒന്നും മാറിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാനൊരു മടി. കുഴപ്പമില്ല, ഞാൻ പുറകെ വന്നേക്കാം. ഞാനില്ലേ കൂടെ. കൊള്ളാമോ? കൊള്ളാം. എന്നാ ശരി. ഞാൻ സാരി ഒന്നും എടുക്കുന്നില്ല, ഞാൻ ചുരിദാറിട്ടുണ്ട് വരും. അത് മതി. ഞാൻ ചുരിദാർ ഇടാറില്ലല്ലോ. മെമ്പറും മോനും PAയും ബിരിയാണി ചലഞ്ച്. RDPക്ക് നിങ്ങളാരും വേണ്ട കേട്ടോ. കാണാം. എന്നാ ശരി വെച്ചേ. വേണ്ടെന്ന്, ഞാൻ ഏട്ടനുമായിട്ട് അങ്ങോട്ട് വരും. ഇല്ലടാ, അൻസാർക്കാട് അനിയന്റെ ഒരു വീട് വെച്ചോണ്ടിരിക്കലായിരുന്നു, അതിന്റെ പരവസ്തുലി. അമ്മയും തക്കടും റൊണാൾഡോ അച്ചാച്ചനും കൂടെ പോയി. അല്ല, ക്ലീറ്റോ ചേട്ടൻ അങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞ്. ഇല്ല, മാമി പോവും. മാമ വന്നു കഴിഞ്ഞിട്ടേ പോവാന്ന് വിചാരിച്ച്. മാമ രാവിലെ പോയത്, ഇനി ഡ്രസ്സൊക്കെ മാറ്റണം. അപ്പോൾ പുറകെ പോവാന്ന് വിചാരിച്ച്. പിന്നെ സാരി ഒന്നും എടുത്തു പോകാൻ എനിക്ക് എഴുത്തില്ല, ചുരിദാറിട്ടുണ്ട് പോവാ. കുഞ്ഞിനെ അപ്പോൾ വരും ആണോ? ഓ കൊതിയായി കാണാൻ. എടി ഇപ്പൊ വിളിക്കാട്ട് ആരോ പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട്. എന്തോ പാമ്പ് ചേച്ചി? ദൈവം എവിടെയാ? ഇതിന്റെ ഇടയിലുണ്ട് ചേച്ചി. വലുതായിരുന്നാ? കുറച്ച് വലുതാ. എങ്ങോട്ടാ പോയത്? അതിന്റെ ഇടയിലുണ്ട് ചേച്ചി. ഏതിന്റെ? വന്ന് ഇതെന്താടി തല കാണിച്ചു വെച്ചേക്കണം. സംഭവിച്ചു അവളെന്താ, അവള് തലകുത്തി മറിഞ്ഞൊന്നും അല്ലല്ലോ. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്ത് ചേച്ചി? എന്റെ മാല പോയില്ലേ ചേച്ചി? എന്റെ അല്ല, അച്ഛമ്മയെ വിളിച്ചപ്പോ അയാളെ കുറിച്ചുള്ള അന്വേഷണം ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ CCTV എല്ലാം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ ശരിക്കും സംഭവിച്ചത്? ചേച്ചി, ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു, മുത്തിനെ ഫോൺ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അവളെ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ട് പാമ്പെന്ന്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ്, എടി പാമ്പെന്ന് പറഞ്ഞ് ആരോ വിളിക്കണുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ടിയിട്ട് ഓടി വരുമ്പോൾ ഒരു ചെറുക്കൻ കണ്ടാ നല്ല മാന്യനെ പോലെ ഇരിക്കണം. അവൻ പറഞ്ഞ് ദേ ഒരു പാമ്പ് പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ചെങ്ങോട് പോയപ്പോൾ ഈ ഇടയിലോട്ട് കയറിയെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നേ. അപ്പൊ അവന്റെ കഥ ഒറ്റ പൊടിച്ചിട്ട് ഒറ്റ അതിന്റെ ഇതിൽ ഞാൻ ഇങ്ങനെ ആഞ്ഞങ്ങ് വീണത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് പിന്നെ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഒരു കാര്യം പറയാം, കൊടുങ്ങാവിള പള്ളിയിൽ ഒരു 100 മെഴുതിരി അങ്ങോട്ട് കത്തിച്ചോളാം. എന്തായാലും കർത്താവായിട്ടാണ് എന്നെ അപ്പുക്കുട്ട സാറിന് എൻ്റെ അടുത്ത് അപ്പോഴും വിളിച്ചിട്ട് വിടുന്ന ലെഡ്ജർ ഇത് ബുക്ക് എടുത്തോണ്ട് എല്ലാം പറയാൻ തോന്നിയതും ഞാൻ ഓടി ഇവിടെ വന്നതും. അല്ലെങ്കിൽ ഇതിവിടെ എത്ര സമയം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്നെ. ഞങ്ങള് കൈ കഴുകി കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴും ക്ലീറ്റോന്റെ വിളി വന്നു. പിന്നെ ഓട്ടമായിരുന്നു അവിടുന്ന്.
അവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഗേറ്റ് ഒന്ന് മാല പറഞ്ഞു. കിട്ടുമോ വീട്ടിൽ ചേട്ടാ? മാല പോണെങ്കി പോട്ടെ, മനുഷ്യൻ ചത്തില്ലല്ലോ. അവക്ക് സമാധാനമായിട്ട് മാല നമുക്ക് ഇനി ഉണ്ടാക്കാം, ജീവൻ പോയില്ലല്ലോ. എന്നാലും 2-2.5 പവന്റെ സാധനമില്ലേ? ഇവിടെ തന്നെ എന്ന് പറഞ്ഞു കിട്ടുമായിരിക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. മാല പോണെങ്കി പോട്ടെ, അവിടെ തലക്കടിച്ച് കൊന്നായിരുന്നെങ്കിലും ആരെങ്കിലും. എടാ മാല നാളെ ഉണ്ടാക്കാം. ആള് പോയി എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും പറയും ഇവളുമാരുടെ ഈ വാതിലുകൾ തുറന്നിട്ടിട്ട് ഇരിക്കരുത്, വല്ലവനും കയറി ഇതുപോലെ ഇത് എടുത്തോണ്ട് പോയാലും മതി. രൂപ 1-2 അല്ല. ഈ മുക്കുമുണ്ടോ? വെല്ലുമാള് പോയി കിടന്നു. ചേട്ടാ അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലേ? കിടന്നു പോയി കിടന്നു കേട്ടാ. ഗുളിക കൊടുക്കും, ഒരു എണ്ണം വേദനയ്ക്ക് പെട്ടെന്ന് കൊടുത്തോ. വേദനയ്ക്കുള്ളതാ അത്. ഓ കാലൊക്കെ എവിടേക്കോ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ കാലൊക്കെ എവിടെ ഇടിച്ചിട്ടുണ്ട്. കിടക്ക് കിട്ടിയാ മതിയായിരുന്നു. ഒരു പോലീസുകാരെ അന്വേഷിക്കട്ടെ. ഒരു പോലീസുകാരൻ്റെ ഭാര്യയുടെ മാലയാവുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവമായിട്ട് ആ മച്ചമ്മ അന്നേരം അവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അപ്പുക്കുട്ട സാറ് ദൈവത്തിൻ്റെ രൂപത്തിൽ വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നെ അപ്പം വിളിച്ചങ്ങനെ പറഞ്ഞു, നീ ഇപ്പോൾ ഇവിടെ ക്ലീറ്റസ് ഇപ്പം നീ കൊണ്ടുവരണം, അത്യാവശ്യമാണെന്ന് കേന്ദ്രത്തിൽ നിന്ന് വിളി വന്നെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്നത്. വന്നപ്പോൾ ദാ കിടക്കണം, ഇവിടെ തെക്ക് കിടക്കണം. എങ്ങാനും വരാൻ വൈകിയെങ്കിലാ ഇന്നത്തെ കാലം എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. ഇതാണ് ഡീസന്റ് ടോണി. എന്ത് ടോണി? ഡീസന്റ് ടോണി. എടുത്തേ. അതിനെ അങ്ങനെ വിളിക്കുന്നത്? ഡീസന്റ് ആണ് ആള്. പരിപാടി ഇതാ. പക്ഷെ കാഴ്ചയിൽ ഡീസന്റ് ആയിരിക്കും. അത് ബൈക്ക് മോഷണം, മാല മോഷണം, എന്റെ ദൈവമേ, കണ്ട വല്ല കുറവുണ്ടാകും? ഒരു കുറവുമില്ല. ചെറുപ്പക്കാരെ. പക്ഷെ ഡീസന്റ് എന്ന് പറയാൻ പല കാര്യങ്ങളാണ്. കാഴ്ചയിൽ ഡീസന്റ് ആണ്, പ്രവൃത്തിയും ഡീസന്റ് ആണ്. പ്രവൃത്തി ഇത്ര കള്ളത്തരം കാണിച്ചിട്ട് എടാ ഒരു ബൈക്ക് മോഷ്ടിച്ചാൽ പിന്നെ 1 മാസത്തേക്ക് വേറൊന്നും മോഷ്ടിക്കില്ല. അതാ പൈസ ഉണ്ടല്ലോ, ആ പൈസ തീരുന്നത് വരെ വേറെ അന്വേഷിക്കില്ല. ഇപ്പൊ നമ്മുടെ ഈ മാലയുടെ സംഭവം കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ തായ്ലൻഡിൽ പോയിരുന്നാണ്. തായ്ലൻഡിൽ പോകാനുള്ള അതാണ് ഡീസന്റ്. എന്ത് സുഖ ജീവിതം ആലോചിച്ച് നോക്ക്. അല്ല നമ്മൾ ആലോചിച്ച് നോക്കണം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യ, ഒട്ടുമിക്ക എണ്ണത്തിനും. ഇതൊരു ഇവനെ നമ്മൾ കണ്ട പേര് ഡീസന്റ്. ഈ മാമനാ? എന്തിടാ? ഈ മാമൻ എനിക്കറിയാം. എങ്ങനെ? ഇന്ന് രാവിലെ ഇവിടെ വന്നായിരുന്നു. ഇവിടെ ആ എപ്പാ? ഞാൻ ഇവിടെ ഇരുന്നപ്പം ഈ മാമ അതുവഴി കൂടി പോയി. അപ്പൊ മാമ എന്നെ നോക്കി ചിരിച്ചു. അപ്പൊ ഞാനും ചിരിച്ച്. എന്നിട്ട് ഞാൻ ചോദിച്ചു ഒരു കൂപ്പൺ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം 50 രൂപയ്ക്ക് ആ മാമൻ കൂപ്പൺ എടുത്തു. എന്നിട്ട് മോന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ എന്റെ അമ്മയുണ്ട്, പിന്നെ എന്റെ ഡാഡി ഉണ്ട്, പിന്നെ റൊണാൾഡോ മാമനുണ്ട്, പിന്നെ കനകം മാമനുണ്ട്, പിന്നെ ലില്ലി മാമയുണ്ട്. വലിയ ഫാമിലി അല്ലേ? അമ്മുമ്മ ഉണ്ട്. നമ്മളെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി നിൽക്കുക. എല്ലാരും കൂടെ? എല്ലാരും അല്ല, മാമൻ വന്നിട്ടേ വരൂ. മാമനില്ലേ ഇവിടെ? മാമ ഇവിടെ ഇല്ല. ഓ. ഡാഡി നമ്മളെ മുമ്പേ പോയി. ഇപ്പൊ ഞാനും അമ്മയും റൊണാൾഡോ മാമനും കൂടി പോകാൻ വേണ്ടി നിൽക്കുക. അപ്പൊ മാമിയോ? മാമ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ, മാമ വന്നിട്ട് വരത്തുള്ളായിരിക്കും അല്ലേ? നല്ല പെടപടയ്ക്കാ വേണ്ടത് ഇരിക്കുന്നവൻ. പരിചയമില്ലാത്തവരോട് ഇതൊക്കെ പറയാൻ പാടോടാ? പറയണ്ടോ? ഇവൻ എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു എത്ര നേരമായിട്ട് കൂപ്പം കൊണ്ട് നടക്കുന്നു. ഇപ്പൊ എന്ത് പറ്റി? മാമിയെ കണ്ടപ്പോ നിന്റെ ഒരാള് കാരണം ഇങ്ങനെ സംഭവിച്ചത്. പിന്നല്ലാതെ വല്ല പറ്റിപ്പോയായിരുന്നെങ്കിലോ? കൊച്ചിന് ഇതുവല്ല അറിയാമോ? അവൻ ഇത് അങ്ങനെ വല്ല വിചാരിച്ചാ? അവൻ നോക്കിയപ്പോ കൂപ്പൺ കൊടുത്ത് ആളെ എടുത്തു. അപ്പൊ അതല്ലേ സന്തോഷം. എന്തിനാ നീ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോ ഇങ്ങനെ വർത്താനം പറയുന്നത്? 5 കൂപ്പൺ കൊടുത്തപ്പോ അവൻ അത് സന്തോഷമായി അങ്ങനെ ചെയ്തല്ലേ. അവനോട് ആദ്യം പറഞ്ഞു പഠിപ്പിക്കണായിരുന്നു നമ്മള്. ഇവനറിയില്ല, ഇവൻ എന്തോരം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ കണ്ട മക്കളിപ്പോ അത് പറഞ്ഞു കൊടുത്തോണ്ടല്ലേ ആ മാമൻ എല്ലാ കാര്യം മനസ്സിലായത്. ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് മനസ്സിലായിട്ടല്ലേ ആ മാമൻ കയറി വന്നത്. ഇനി പരിചയമില്ലാത്ത ആളുകൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മള് പറയല്ലേ കേട്ടാ. അങ്ങനെ പറഞ്ഞാലോ ഇത് നമ്മൾ പരിചയമില്ലാത്ത ആരുമായിട്ട് ഒരു ഇടപാട് വേണ്ട നമുക്ക്. നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും ബൈക്കിൽ വീട്ടിൽ വിട്ട് തരാന്നൊക്കെ പറഞ്ഞാൽ പോരുത്. മുട്ടായി മേടിക്കരുത്. ഇതൊക്കെ അമ്മയും അച്ഛനൊക്കെ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യങ്ങളല്ലേ. മാമ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ എങ്ങനെയാ ആ മാമ ഇവിടെ വന്നത്? മക്കളറിയാതെ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പയ്യെ വന്ന് ആരുമില്ലാത്ത മനസ്സിലാക്കിയിട്ട് മനസ്സിലാ. ഈ പിശാചിന്റെ വീട് എവിടെയാടാ? ഇവൻ തോന്നക്കലാണ്ടുള്ളതാണ്. തോന്നക്കൽ വാടകയ്ക്ക് താമസിക്കുന്നത്. യവന്മാർക്ക് രാജ്യം മൊത്തം വീടുണ്ടാവും, അതല്ലേ? എടേ ഇവരെയൊക്കെ സ്ഥിരമായിട്ട് പിടിച്ചകത്തിട്ടേക്കാൻ പറ്റൂലേ? സ്ഥിരമായിട്ട് ഇടുന്ന അങ്ങനെ ഇത്ര നാളത്തെ ശിക്ഷിക്കും, അത് കഴിഞ്ഞ് പുറത്തിറങ്ങും, വീണ്ടും തന്നെ പണി. മാമി മാമി എന്നപ്പാ? സോറി. എന്തിന്? എന്നാപ്പാ എന്ത് പറ്റി? ഞാൻ ആ കള്ളനെല്ലാം പറഞ്ഞു കൊടുത്തേ. ഏത് കള്ളൻ? മാമിയുടെ മാല പൊട്ടിച്ച് കള്ളൻ മാമൻ. കുഞ്ഞെന്ത് പറഞ്ഞ്? ഞാനാ പറഞ്ഞേ, നമ്മളെല്ലാവരും ഒരു ഫംഗ്ഷന് പോവാം, മാമി പതുക്കെ നമ്മളെ പുറകെ വരത്തുള്ളൂ. കുഞ്ഞാ കള്ളമ്മാമനെ എവിടെ വെച്ച് കണ്ട്? അതുവഴി കൂടി പോയപ്പോ. ആണാ? അതിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അത് സാരമില്ല, ആ കള്ളമാമനെ മാമനും പോലീസുകാരൊക്കെ കൂടെ പിടിച്ചില്ലേ, മാമിയുടെ മാലയും കിട്ടി. പിന്നെ എന്തിനാ കുഞ്ഞ് സങ്കടപ്പെടുന്ന? കുഞ്ഞ് അറിയാതെ പറഞ്ഞു പോയതല്ലേ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലല്ലോ അല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്ന? അശ്വിനി ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ സങ്കടപ്പെട്ടു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ കുഞ്ഞിന് മാമനെ പോലെ പോലീസുകാരനൊക്കെ ആവണ്ടേ? ഇതുപോലെയുള്ള കള്ളന്മാരെയൊക്കെ പിടിക്കണ്ടേ? നീ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നെങ്കിൽ എന്റെ വേദന കൂടും. സങ്കടപ്പെടുവോ ഇനി? ഇല്ല. എന്നൊന്ന് ചിരിച്ചേ. ഐശ്വടാ, മാമിക്കൊരു ഉമ്മനെ കെട്ടിപ്പിടിച്ചു. ഉമ്മ അപ്പൊ മാമിയുടെ വേദന പോയി. ഒരേ സത്യയുടെ വേദന പോയി. പോയാ? ആ, ഒന്ന് തൊട്ട് നോക്കിയേ. ആ കണ്ട, വേദന ഇല്ല. എന്നൊരു ഉമ്മന്നെ. ഉമ്മ നീ വിഷമിക്കല്ലേ കേട്ടോ. അച്ഛടാ.